ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അപ്പൊ അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആറന്മുളയാണ് ശബരിമലയുടെ സ്ട്രോങ് റൂം സൂക്ഷിച്ചിരിക്കുന്നത്. ആറന്മുളയിലാണ് ഈ തിരുവാഭരണം കമ്മീഷണർ ഓഫീസും. അന്ന് അവിടുത്തെ അക്കൗണ്ടന്റുമായിട്ടുള്ള ഒരു ചാർജ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് സംബന്ധിച്ച് ഒരു കേസ് ഹൈക്കോടതിയിലുണ്ടായിരുന്നു. അപ്പൊ ആ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഒരു നിർദ്ദേശം തന്നു. ഈ സംഗതി മൊത്തം സ്ട്രോങ് റൂം മൊത്തം പരിശോധിച്ച് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ടൊരു അന്നത്തെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു. ആ ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഈ 4 മാസം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഞാൻ 2.5 മാസത്തോളം എടുത്ത് ഈ സ്ട്രോങ് റൂമിൽ ഇരിക്കുന്ന ഓരോ ഐറ്റവും തൂക്കി നോക്കി അതിനെ നമ്പർ വെരിഫൈ ചെയ്ത് കംപ്ലീറ്റ് ആക്കി ഏകദേശം 300 പേജുള്ള റിപ്പോർട്ട് ഹൈക്കോടതിക്ക് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഈ 2.5 മാസത്തിൽ. അപ്പം ഇത് ഈ ജോലി അത് ഈ 2019 തന്നെ അതായത് അങ്ങനെയെങ്കിൽ RG രാധാകൃഷ്ണൻ, ഇപ്പോൾ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇതിന്മേലൊരു വിരമിച്ച ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ ഒന്നുകൂടി പരിശോധിക്കണം സ്ട്രോങ് റൂം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഹൈക്കോടതി പറയുന്നത് ഈ 99 മുതൽക്കുള്ള രജിസ്ട്രിയിൽ കുഴപ്പമുണ്ടെന്നാണല്ലോ. അങ്ങ് ഇത്രയും കൃത്യമായി രേഖപ്പെടുത്തി വെച്ചത് അപ്പോൾ ഹൈക്കോടതി പരിശോധിച്ചില്ലേ? അല്ല, അത് ഹൈക്കോടതി പരിശോധിച്ചോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എന്റെ കൂടെ പറഞ്ഞത്, എനിക്ക് നിർദ്ദേശം കിട്ടിയതനുസരിച്ച് തിരുവാഭരണം കമ്മീഷണർ എന്നുള്ള നിലയ്ക്ക് ഈ പറഞ്ഞ പീരീഡിൽ 5/8/2019 12/12/2019 ഇടയ്ക്കുള്ള കാലയളവിൽ ഞാൻ അവിടെ ജോലി നോക്കിയിരുന്നപ്പോൾ ഞാൻ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വരെ ഉദ്യോഗസ്ഥന്മാരെ ഇട്ട് ആ സ്ട്രോങ് റൂമിൽ നിന്നും ആ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 300 ചില്ലുവാനും പേജുള്ള റിപ്പോർട്ട് ഓരോ ഐറ്റത്തിന്റെയും തൂക്കവും വെയിറ്റും എടുത്ത് അളന്ന് കുറിച്ച് കൃത്യമാക്കി നമ്മൾ അവിടെ ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ശരി, അപ്പോൾ അതേ പ്രൊസീജിയർ വീണ്ടും ചെയ്യാൻ കോടതി ആവശ്യപ്പെടുന്നു. അല്ല, അങ്ങയുടെ സംശയം ഇപ്പോൾ അന്ന് പത്മകുമാറാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പത്മകുമാറിന്റെ കാലത്ത് ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ നടപടിക്രമങ്ങളിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് അല്ലേ? അതെ, പിഴവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഈ ഉത്തരവ് 5/7/2019 ഒരു ബോർഡ് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ ബോർഡ് ഉത്തരവ് എന്ന് പറയുന്നത് ഈ സാധനം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തകിട് തൂക്കി ഏൽപ്പിക്കാനും അത് തിരിച്ച് തിരുവാഭരണ കമ്മീഷണർ സാന്നിധ്യത്തിൽ സ്വർണം പൂശാനും തിരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാനുമാണ് ആ ഓർഡറിനകത്ത് പറയുന്നത്. പക്ഷേ നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു റൂൾ ഉണ്ടാക്കി അതിനെ സ്റ്റാറ്റ്യൂട്ട് ആക്കിയിട്ടുണ്ട്. അതാണ് മാനുവൽ എന്ന് പറയുന്നത്. ആ മാനുവലിനകത്ത് ഇപ്പം ആക്ട് ആയിരുന്നാലും മാനുവൽ ആയിരുന്നാലും എല്ലാം അതിനകത്ത് വിശദമായിട്ട് നോട്ടിഫൈ ചെയ്ത് സ്റ്റാറ്റ്യൂട്ട് ആക്കിയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ സ്റ്റാറ്റ്യൂട്ട് ആക്കിയിട്ടുള്ള ഒരു ഉത്തരവ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ മാറ്റാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കിയത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഈ ഓർഡർ അമെൻഡ് ചെയ്യണമായിരുന്നു. ഏത് പുറത്ത് കൊണ്ടുപോകാന്നുള്ള ഓർഡർ അതിനകത്ത് പറയുന്ന കേൾക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ ദ പെർമിസസ് ഓഫ് ടെമ്പിൾ മാത്രമേ ഈ റിപ്പയറും ബാക്കിയുള്ള പരിപാടികളും എല്ലാം ചെയ്യാവൂ. അതിന് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ലെന്നുള്ളതാണ് ഈ റൂളിൽ പറയുന്നത്. അത് മാനുവൽ 1 റൂള് ചാപ്റ്റർ 11 വ്യക്തമായിട്ട് 31 മുതൽ 41 വരെയുള്ള പാരഗ്രാഫുകളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പൊ ആ സ്റ്റാറ്റ്യൂട്ട് ഉള്ളപ്പോ ആ റൂള് സ്റ്റാറ്റ്യൂട്ട് ചെയ്തപ്പോ ഇതെങ്ങനെ ഇറക്കും എന്നുള്ളതാണ് എന്റെ ചോദ്യം. ശരി, അതൊരു ചോദ്യമാണ്. അടുത്തതായി അങ്ങേക്ക് അതാണ് അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. ശരി, അങ്ങേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമോ? എനിക്ക് ചെന്നൈ ചെന്നപ്പോൾ ഉള്ള ആ കൂടിക്കാഴ്ചയിലുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അല്ലാതെ പുള്ളി അവിടെ വരികയോ മറ്റു കാര്യങ്ങൾ സംസാരിക്കുകയോ നേരിട്ട് ഫോണിൽ കോണ്ടാക്ട് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത് ഇതിന് തൊട്ട് മുമ്പല്ലേ പറയുന്നത്. അപ്പോഴാണ് നമ്മൾ അവിടെ പോകുന്നത്. ഈ പീഠം എത്തിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന തീയതി, ഈ സഹായിയായ വാസുദേവൻ പറയുന്ന തീയതി, ഇതൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ കളവ് പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് ഇപ്പോൾ വാസുദേവനും പറയുന്നത്. ദേവസ്വം ബോർഡ് പറയുന്നു അങ്ങനെ ഒരു പീഠം തിരിച്ചെത്തിയിട്ടില്ല എന്ന്. ഈ കാര്യങ്ങളിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അതായത് ഈ പീഠത്തിനെ സംബന്ധിച്ച് ഇത് അഡീഷണൽ ആയിട്ട് പുള്ളി കൊടുത്ത ഒരു പീഠമെന്നാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. എല്ലാ ചാനലുകളിലൊക്കെ വന്നതാണ്. അപ്പൊ ഈ പീഠത്തിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിയുന്നത് ഈ പത്രമാധ്യമങ്ങളിലും ചാനലുകളിലും വന്നിട്ടുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് എനിക്കിത് മനസ്സിലാകാൻ സാധിച്ചിട്ടുള്ള ഇങ്ങനെ ഒരു സാധനം കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ഈ പീഠം അയാൾ പൈസ മുടക്കി അയാൾ സ്വർണത്തിൽ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ വന്നതാണ്. ഫിറ്റ് ചെയ്യാൻ വന്നപ്പോൾ അത് ചേർച്ചയില്ലാതെ വന്നപ്പോൾ ഈ സാധനം തിരിച്ചു കൊണ്ടുപോയെന്നാണ് പറയുന്നത്.
ഈ പീഠം തിരിച്ചു കൊണ്ടുപോയെന്ന് പറയുന്നുണ്ടല്ലോ. എല്ലാ ന്യൂസിലും അത് പറയുന്നുണ്ട്. ഈ സാധനം അങ്ങനെയുള്ള അറിവാണ് ഞാൻ ഈ പറയുന്നത്. അത് തിരിച്ചു കൊണ്ടുപോയെന്ന് പറയുന്ന സാഹചര്യത്തിൽ ആ പീഠത്തിനെ സംബന്ധിച്ചൊരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? കാരണം ഈ പീഠം ദേവസ്വം ബോർഡിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ രജിസ്റ്ററിൽ എൻട്രി ചെയ്ത് സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമേ ഒരു ക്ഷേത്രത്തിലെ സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്രവക വസ്തു ആവുള്ളൂ, ആ ക്ഷേത്രവക സ്വത്താവുള്ളൂ. അത് ചെയ്യാത്തിടത്തോളം കാലം അയാൾ കൊണ്ടുവന്ന് നോക്കിയിട്ട് ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി ആരും ആയിക്കോട്ടെ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നല്ല ആരും ആയിക്കോട്ടെ, ഒരു സാധനം ചെയ്തുകൊണ്ടിരാന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടൊന്ന് ഫിക്സ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അയാൾ അത് തിരിച്ചു കൊണ്ടുപോയി. അതിനെന്തിനാ ഇത്ര വിവാദം ഉണ്ടാക്കേണ്ടത്? ക്ഷേത്രവക സ്വത്തായി മാറിയിട്ടില്ല, വിവാദമായിട്ട് കിടക്കില്ല. ക്ഷേത്രത്തിന്റെ വകയായി ഇത് മാറിയിട്ടില്ല, പാകമാകാത്തതുകൊണ്ട് അതെങ്ങനെ അത് അയാൾ കൊണ്ടുപോയെന്നാണല്ലോ വാർത്തയിൽ വന്ന ഇതനുസരിച്ചാണ് ഞാൻ പറയുന്നത്. എനിക്ക് റെക്കോർഡിക്കലിയോ ഒഫീഷ്യലിയോ എനിക്ക് ഇതിന്റെ രേഖകളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അയാൾ കൊണ്ടുവന്നപ്പോൾ ഇത് ജോയിൻ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് അത് സൂട്ടാവുന്നില്ല, അങ്ങനെ തിരിച്ചു കൊണ്ടുപോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് വിവാദമാകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറയാണ് പീഠം കാണാനില്ല എന്ന്, കൊടുത്തയാൾ പറയുന്നു കാണാനില്ല എന്ന്. അപ്പോൾ ആരെയാണോ പ്രതിക്കുട്ടിലാക്കുന്നത്? അല്ല, അയാൾ പറയുന്ന ഒരു വാചകം ഇടയ്ക്ക് ഞാൻ കേട്ടു, ഇയാൾ ഇത് കൊണ്ടുവന്ന് ദേവസ്വം ബോർഡിൽ കൊടുത്തു എന്ന്. ദേവസ്വം ബോർഡിൽ കൊടുത്തു എന്നാണ് പറയുന്നത്. ദേവസ്വം ബോർഡിൽ കൊടുത്തെങ്കിൽ അത് രേഖയിൽ റെക്കോർഡിക്കലി രേഖപ്പെടുത്തണ്ടേ, രജിസ്റ്ററിൽ എഴുതണ്ടേ? അത് എന്തുകൊണ്ട് ചെയ്തിട്ടില്ല? അതാണ് ഞാൻ പറഞ്ഞത്. ആ രജിസ്റ്റർ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ ഇയാൾ കൊണ്ടുവന്ന ഈ പീഠം വരെ അതിനകത്ത് എൻട്രി ചെയ്തിട്ടുണ്ടോ എന്നുള്ള അറിയണം. ചെയ്തിട്ടില്ലെങ്കിൽ ഗുരുതരമായ വീഴ്ചയാണത്. ശരി, വീഴ്ചയാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഈ പറഞ്ഞ അയാൾ ആ രജിസ്റ്ററിനകത്ത് എൻട്രി ചെയ്തിട്ടില്ലെങ്കിൽ അത് വീഴ്ചയാണ്. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡിന്റെ സ്വത്തുമാണ്. ശരിയാണ്. Debate with Smriti Parithikar.